വിജയ നമസ്കാരം. നമസ്കാരം. പാക് അധീന കശ്മീരിൽ ഒരുപാട് നാളായിട്ട് ഇന്ത്യയുടെ ഭാഗമാകും, ഇന്ത്യയുടെ ഭാഗത്തേക്ക് ചേരും എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. നമ്മൾ ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുമുണ്ട്. നമ്മൾ ന്യൂസിന്റെ മലയാളത്തിൽ തന്നെ ഒരുപാട് ചർച്ചകൾ ചെയ്തിട്ടുണ്ട്. ഈ ഇടയ്ക്ക് എന്ന് പറഞ്ഞ കഴിഞ്ഞ വർഷമാണെന്ന് എനിക്ക് തോന്നുന്നു, നമ്മുടെ രാജ്നാഥ് സിംഗ് പറഞ്ഞു ഒരു തുള്ളി രക്തം പോലും ചിന്താതെ പാക് അധീന കശ്മീർ നമ്മുടെ ഭാഗത്തേക്ക് വന്ന് ചേരുമെന്ന് പറഞ്ഞു. അതിനുശേഷം പാക് അധീന കശ്മീരിൽ ഒരുപാട് റയറ്റ്സ് ഉണ്ടായി, ഒരുപാട് റവല്യൂഷൻസ് ഉണ്ടായി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പാക് അധീന കശ്മീരിൽ ഉണ്ടായി. അവിടെ ഉം, ആ, ആ, ഈ അസീം മുനീറിന്റെ നേതൃത്വത്തിൽ പാകിസ്ഥാൻ ആർമി തന്നെ ഇറങ്ങി അവിടെയുള്ള ജനങ്ങളെ ചുട്ടരിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ അതൊക്കെ വലിയൊരു റായട്ടായിട്ട് ഉയർന്നു വന്നു. അപ്പോഴും അവിടെ ഇന്ത്യയുടെ ഭാഗത്തേക്ക് അവർ ചേരുമെന്നുള്ള അവിടെയുള്ള ജനങ്ങളിലും ആ ആഗ്രഹമുണ്ട് എന്നുള്ള വാർത്തകളും ആ സമയത്ത് വളരെയധികം പുറത്തു വന്നതാണ്. പക്ഷെ കഴിഞ്ഞ ദിവസം പാക് അധീന കശ്മീരിൽ നിന്ന് പുറത്തു വന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഒരു സൂചനയായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അതായത് വൺ ഓഫ് ദ മാസ്റ്റർ മൈൻഡ്സ് ബിഹൈൻഡ് ദ പുൽവാമ അറ്റാക്ക്, അൽ ബദർ കമാൻഡർ ഡോക്ടർ ഹംസ ബുറാൻ വാസ് ഷോട്ട് ബൈ അൺനോൺ മെൻ ഇൻ മുസാഫറാബാദ്, പാക് അധീന കശ്മീർ. ഇതാണ് വാർത്ത. ഒരു അജ്ഞാതന്റെ ഒരു ആക്രമണം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഹംസ ബുർഹാൻ എന്ന് പറയുന്ന ഒരു കൊടും തീവ്രവാദി അജ്ഞാതൻ തട്ടിയിട്ടുണ്ട്. ഇയാൾ അൽ ബദറിന്റെ കമാൻഡറാണ്. ഇയാളാണ് പുൽവാമ അറ്റാക്കിന്റെ മാസ്റ്റർ മൈൻഡ് എന്ന് അറിയപ്പെടുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ. പുൽവാമ നമുക്കറിയാം, അത് നരേന്ദ്രമോദി തന്നെ നടത്തിയതാണെന്നാണ് ഇപ്പോഴും നമ്മുടെ കേരളത്തിലെ അടക്കം സുഡാപ്പികളും കൊങ്ങികളും അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് പാകിസ്ഥാൻ ഒഫീഷ്യലി അവരത് സമ്മതിച്ചതാണ്. പുൽവാമ ഞങ്ങളുടെ ഒരു മാസ്റ്റർ സ്ട്രോക്ക് ആയിരുന്നു എന്ന് അവർ തന്നെ സമ്മതിച്ചൊരു കാര്യമാണ്. അപ്പൊ പാക് അധീന കശ്മീരിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ അജ്ഞാതന്റെ അറ്റാക്ക് ഇത് ആദ്യമായിട്ടായിരിക്കും വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഇന്ത്യയിലേക്ക് പാക് അധീന കശ്മീരിനെ അടുപ്പിക്കുന്ന അല്ലെങ്കിൽ അത് ചേരാൻ പോകുന്നതിന്റെ ഒരു സൂചനയാണ്. ഉപയോഗിച്ചിട്ട് എന്താണ് തോന്നുന്നത്? ഈ വാർത്തയുടെ ഏറ്റവും വലിയ ഞാൻ കാണുന്ന ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ, പാക് അധിനിവേശ കാശ്മീരിൽ ആദ്യമായിട്ടാണ് ഒരു അജ്ഞാതൻ ഇത്തരത്തിലൊരു മർഡർ നടത്തുന്നത്. പാകിസ്ഥാനിൽ ഉടനീളം അത് നടത്തിയിട്ടുണ്ട്. ഇത് എന്തുകൊണ്ട് ഇപ്പോൾ അത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഇതിന് ഉത്തരം കൃത്യമായി പറഞ്ഞാൽ 1 വർഷം മുമ്പ് നമ്മൾ ഇതിവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതായത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാക് അധിനിവേശ കാശ്മീരിലുള്ള ജയ്ഷെ മുഹമ്മദിന്റെ അടക്കമുള്ള താവളങ്ങൾ അവിടെ നിന്ന് അവർ മാറ്റി സ്ഥാപിച്ചു. അവര് കുറച്ചുകൂടെ പാകിസ്ഥാനിനുള്ളിലേക്ക് പോയി. അവിടേക്ക് തെഹ്രിക്കെ താലിബാന്റെ ഗ്രൂപ്പ് കയറി വന്നു. അതായത് പാകിസ്ഥാനുമായി നിരന്തരം പോരടിക്കുന്ന തെഹ്രിക്കെ താലിബാന്റെ ഈ ടെറർ ഗ്രൂപ്പുകളെല്ലാം കൂടെ ഈ POKയിലേക്ക് കടന്നു വന്നു. അവർ കടന്നു വരികയും ഇവർ പോവുകയുമായിരുന്നു. അത് ഇന്ത്യ ടുഡേ അടക്കം ഇവർ പോകുന്നതിന്റെ ചിത്രങ്ങൾ നൽകിയിരുന്നു. ഇവരുടെ പുതിയ ടെന്റുകൾ, തെഹ്രിക്കെ താലിബാന്റെ പുതിയ ടെന്റുകൾ അവർ ചിത്രങ്ങൾ സഹിതം ഇന്ത്യ ടുഡേ നൽകിയിരുന്നു. 1 വർഷം ആകുന്നേ ഉള്ളൂ. ഇപ്പൊ മെയ് 7-നായിരുന്നല്ലോ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിന്റെ 1ാം വാർഷികം ആഘോഷിച്ചത്. അപ്പോൾ 1 വർഷത്തിനടുത്താകുന്നു വന്നു. അപ്പോഴേ തന്നെ നമ്മൾ കരുതിയിരുന്ന ഒരു കാര്യമുണ്ട്, പതുക്കെ POK ഭീകരൻ, അതായത് ഈ പാകിസ്ഥാനെ ഹെൽപ്പ് ചെയ്യുന്ന, ഇന്ത്യക്കെതിരെ പോരാടുന്ന ഈ ഭീകരർ പതുക്കെ POKയിൽ വെച്ച് തന്നെ കൊല്ലപ്പെടാനുള്ള സാധ്യതകൾ ഏറെയാണെന്ന്. ഇപ്പോൾ ഇതാ എണ്ണം പറഞ്ഞ പുൽവാമ ഭീകര പ്രവർത്തനം നടത്തിയതിന്റെ മാസ്റ്റർ ബ്രെയിൻ തന്നെ അവിടെ ഇപ്പോൾ അജ്ഞാതരുടെ വെടിയേറ്റ് മരിക്കുകയാണ്. ഇത് പാകിസ്ഥാനെ ചെറുതായിട്ട് അല്ല, വളരെ വലുതായിട്ട് തന്നെ പേടിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ ഭീകരവാദികളുടെ ക്യാമ്പും ട്രെയിനിങ് സെന്ററും എല്ലാം ഉള്ള ഒരു ഇടമാണ് POK നിലനിർത്തിക്കൊണ്ടാണ് അവർ ഇന്ത്യക്കെതിരെ എക്കാലവും മുമ്പോട്ട് നീങ്ങുന്നത്. കാരണം അനവധി ഭീകരന്മാരുടെ ലോഞ്ച് പാടുകളും ഈ POKയിലുണ്ട്. ഈ POK വഴിയാണ് അവരെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഈ POK ഇപ്പോൾ അവർക്ക് സുരക്ഷിതമല്ല എന്നൊരു വലിയ സൂചനയാണ് ഇതുപോലെ നൽകും. അയാൾ കൊല്ലപ്പെടേണ്ട വ്യക്തിയായിരുന്നു, കൊന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറം വലിയൊരു സൂചനയാണ് പാകിസ്ഥാന് കൊടുക്കുന്നത്. അത് POK നിങ്ങൾ സുരക്ഷിതരല്ല, POK ഞങ്ങളുണ്ട്, ഞങ്ങളുടെ റഡാറുണ്ട്, ഞങ്ങളുടെ ആളുകളുണ്ട്, ഏത് നിമിഷവും POK ഞങ്ങൾ പണി നടത്തും എന്നുള്ളതിന്റെ കൃത്യമായ ഒരു സൂചന പാകിസ്ഥാന് നൽകുന്നതായിരുന്നു ഈ നടന്ന കൊലപാതകം എന്ന് പറയേണ്ടി വരും. കാരണം ഇതിനു മുമ്പ് POK നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ ചെയ്തിരുന്നില്ല. അതിനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ POKയിൽ ഓപ്പറേഷൻ നടത്തുന്നതിനുള്ള ഒരു പരിമിതി ഉണ്ടായിരുന്നു. ആ പരിമിതിയാണ് തെഹ്രിക്കെ താലിബാൻ തീർത്തിരിക്കുന്നത് എന്ന് നമുക്ക് പറയാം. ഇത് ഒഫീഷ്യലായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല, കാരണം ഇത് ഒരിക്കലും ഒരു രാജ്യവും ഒഫീഷ്യലായിട്ട് അംഗീകരിക്കില്ല. കാരണം തെഹ്രിക്കെ താലിബാൻ അവിടെ കടന്നു വന്നപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞിരുന്നു, ഇത് പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ഭീകരന്മാർ, ജയ്ഷെ മുഹമ്മദിനായാലും ലഷ്കർ-e തോയ്ബ ആയാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടന ആയാലും അവർക്കൊക്കെ ഒരു ഭീഷണിയാണ് ഈ തെഹ്രിക്കെ താലിബാൻ. കാരണം തെഹ്രിക്കെ താലിബാനും ഒപ്പം തന്നെ ബലൂചിസ്ഥാനിൽ ഉള്ളവരും പറയും തെഹ്രിക്കെ താലിബാൻ വെച്ച് ഖൈബർ പഖ്തൂൺ മേഖലയ്ക്ക് വേണ്ടി പോരാടുന്നതാണ്. അവർ തന്നെ പറയുന്നു ഖൈബർ പഖ്തൂൺ മേഖലയുടെ ബോർഡർ എന്ന് പറയുന്നത് POK ആണ്. POKയുടെ ആ ഒരു ബോർഡറിലേക്ക് വരും, അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ തമ്പടിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായി തന്നെ അവരെ സംബന്ധിച്ച് ഇത് വെറുതെ വന്നിട്ട് ഒരു ക്യാമ്പ് തുടങ്ങുക എന്നുള്ളതല്ല. അവർക്ക് ഈ ഖൈബർ പഖ്തൂൺ മേഖല പൂർണ്ണമായി തന്നെ അവർക്ക് അവരുടെ ആ ഭൂപടത്തിൽ കാണുന്നത് പോലെ തന്നെ പൂർണ്ണമായി തന്നെ അവർക്ക് യോജിപ്പിച്ചെടുക്കുന്നതിന് പ്രധാനപ്പെട്ട ഒന്നാണിത്.
ഇവിടെ അവർ എന്തുകൊണ്ട് പെട്ടെന്ന് വന്നു എന്ന് ചോദിച്ചാൽ അവർക്ക് നൽകിയ ധൈര്യം ഒരുപക്ഷെ ഇന്ത്യ ആയിരിക്കണം. ഇല്ലെങ്കിൽ നാളിതുവരെ അവിടെ വരാതിരുന്നവർ പെട്ടെന്ന് അവിടെ എത്തുകയാണ്. പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂറിന് തൊട്ടു പിന്നാലെ ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ-ഇ തോയ്ബയൊക്കെ POK-യിലുള്ള ക്യാമ്പും പൊളിച്ച് നെട്ടോട്ടോടുന്നതിന് പ്രധാനപ്പെട്ട കാരണം POK-യില് ഈ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് നമ്മൾ ഈ അറ്റാക്ക് വലുതായിട്ട് നടത്തിയിരുന്നില്ല. അതിർത്തിയിൽ ഉണ്ടായിരുന്ന അറ്റാക്കിനൊക്കെ അപ്പുറത്തേക്ക് എല്ലാവരും പ്രതീക്ഷിച്ചിട്ടിരുന്നത് POK-യിൽ നമ്മൾ ബോംബിങ് ചെയ്യും എന്നായിരുന്നു. കാരണം മുമ്പ് നമ്മൾ ബാലാക്കോട്ടിലും ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് എല്ലാവരും അത്തരത്തിൽ കരുതിയെങ്കിൽ അവിടെ നമ്മളൊരു അറ്റാക്കേ ചെയ്തില്ല. നമ്മൾ ഇത്തവണ പാകിസ്ഥാൻ ഉള്ളിൽ കയറിയായിരുന്നു പണി നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഭീകരന്മാർ കുറച്ചുകൂടി ബുദ്ധിയുള്ളവരാണ്ട് അവർക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞു POK ഇന്ത്യയുടെ ലക്ഷ്യമാണ്. അതല്ല അടിക്കടി രാജ്നാഥ് സിംഗും അമിത്ഷായും ഒക്കെ പറയുന്നുണ്ട് ഒരു തുള്ളി രക്തം പോലും ചെയ്യുന്നുണ്ട് അവർ മടങ്ങി വരുമെന്ന്. കാരണം അവിടെ ഒരു പ്രക്ഷോഭം കഴിഞ്ഞ് കുറെ കാലമായി നടക്കുന്നുണ്ട്. ആ പ്രക്ഷോഭത്തിനും കൂടെ കരുത്ത് പകരുന്നതാണ് ഇന്നലെ നടന്ന അജ്ഞാതന്റെ വിളയാട്ടം എന്ന് പറയേണ്ടി വരും. കാരണം അവർക്കൊപ്പം ചില ആളുകളുണ്ട്. നിങ്ങളെ ശല്യപ്പെടുത്താൻ ആരെങ്കിലും വന്നാൽ അതിനെ നേരിടാൻ ഞങ്ങൾ ഇവിടെ ആളുകളെ നിർത്തിയിട്ടുണ്ടെന്നൊരു സൂചന അവിടുത്തെ ഫൈറ്റേഴ്സിന്, അവിടുത്തെ ഈ പോരാളികൾ, അവരുടെ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിന് കൃത്യമായി നൽകാൻ ഇന്ത്യക്ക് ഈ ആ ഒരു കൊലപാതകത്തിലൂടെ നൽകി. ഇനി ഇന്ത്യ ആണ് എന്ന് ഞാൻ പറയുന്നതിന് കാരണം നമ്മളുടെ ഒരു വേർഷനാണ് ഇന്ത്യ എന്ന്. കാരണം നമ്മുടെ രാജ്യം അത് അജ്ഞാതൻ ആരാണെന്നോ എന്താണെന്നോ നമ്മൾ പറഞ്ഞിട്ടില്ല. പാകിസ്ഥാൻ ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ് വളരെ വിചിത്രമായി തോന്നുന്ന ഒരു കാര്യം. ഒന്നും അവർ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. സത്യത്തിൽ ഈ പാക് അധിനിവേശ കാശ്മീരിലാണ് പാകിസ്ഥാന്റെ ഏറ്റവും കൂടുതൽ ടെററുകളെ കൊണ്ട് ഇന്ത്യക്കെതിരെ പോരാടാൻ വെച്ചിരിക്കുന്നത്. നമ്മുടെ അതിർത്തിയിലൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്ത കൊടുത്തതാണ് ഏതാണ്ട് 1000-നടുത്ത് ടെററുകൾ ഇന്ത്യൻ അതിർത്തി കടന്നു കയറാനിരിക്കുന്നു എന്നുള്ളത്. അവരുടെ ലോഞ്ച് പാട് അവിടെ ഒരു ഭീകരൻ കൊല്ലപ്പെടുമ്പോൾ അത് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ് എന്നുള്ളതാണ് ഏറ്റവും ചിന്തിക്കേണ്ടതായ ഒരു വിഷയം. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ മർഡറിനെ കാണുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ച് അതൊരു സൂചനയാണ് നൽകിയിരിക്കുന്നത്. പാക് അധിനിവേശ കാശ്മീർ ഞങ്ങൾ ലക്ഷ്യം വെക്കുന്ന ഇടമാണ്. അവിടെയും നിങ്ങളുടെ ഭീകരർ സുരക്ഷിതരല്ല. അവിടെയും കടന്നു വന്ന് ഞങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയും. ഇപ്പോൾ നമ്മൾ അജ്ഞാതര് പാകിസ്ഥാനിലെ ആളുകളെ കൊല്ലുന്ന ഒരു വാർത്തയെ അല്ല ഇപ്പോൾ നമുക്കൊന്നും. ഇപ്പൊ നമ്മൾ തന്നെ എത്രയോ വാർത്തകൾ തിരസ്കരിക്കുന്നുണ്ട്. കാരണം അതിന് പഞ്ചില്ല. കാരണം ഒരു കാലത്ത് അത്തരം വാർത്തകൾക്ക് വലിയ ഹൈപ്പ് ഉണ്ടായിരുന്നെങ്കിൽ, വലിയ റീച്ച് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അതൊരു നിത്യ സംഭവമായി മാറിയിരിക്കുന്നു. ഒരാഴ്ച തന്നെ 1-2 പേരൊക്കെയാണ് കൊല്ലപ്പെടുന്നത്. പിന്നെ എവിടെങ്കിലും ഒരു മൂലയ്ക്ക് ഒരു വാർത്ത കൊടുക്കുന്ന സ്ഥിതിയിലേക്ക് അത് മാറിയിരിക്കുന്നു. പക്ഷെ POK എന്ന് പറയുന്നത് അങ്ങനെയല്ല. അവിടെ ആദ്യമായിട്ടാണ് ഒരു അജ്ഞാതന്റെ വലിയ അറ്റാക്ക് അവിടെ നടന്നിരിക്കുന്നത്. അവിടെയാണ് ഈ ഒരു സംഭവം ഒരു പ്രധാനപ്പെട്ട, അതും വെറും സാധാരണപ്പെട്ടവനല്ല, ഇന്ത്യ നോട്ടമിട്ടിരിക്കുന്ന എണ്ണം പറഞ്ഞ ഇന്റർനാഷണൽ ആയിട്ട് നോട്ടമിട്ടിരിക്കുന്ന ഒരു ടെറർ ലീഡറെയാണ് അവിടെ കൊന്നിരിക്കുന്നത്. അതുമൂലം ഈ അജ്ഞാതർ കൊടുക്കുന്ന മുന്നറിയിപ്പ് വളരെ ക്ലിയർ ആണ്. അതായത് POK എന്ന് പറയുന്നിടത്ത് നിങ്ങൾ സുരക്ഷിതരല്ല. മറ്റൊന്ന്, POK ഈ പോരാടുന്ന ജനങ്ങൾക്ക് കൊടുക്കുന്ന മെസ്സേജും ക്ലിയർ ആണ്. നിങ്ങൾക്ക് ധൈര്യമായി പോരാടാം, നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ടെന്നുള്ളൊരു സന്ദേശം കൂടിയാണ് അവിടെ നൽകുന്നത്. ഇത് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും. കാരണം ഈ POK തന്നെ ഈ ഭീകര സംഘടനകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷ് ആകാൻ ഒരുപക്ഷെ ഇനി ഭാവിയിൽ അധികം വൈകാതെ തന്നെ POK ചില സ്ഫോടനങ്ങൾ നടന്നാലും അത്ഭുതപ്പെടാനൊന്നും തന്നെയില്ല. കാരണം പാകിസ്ഥാൻ അനവധി സൈനിക താവളങ്ങളുണ്ട്, പാകിസ്ഥാന്റെ അനവധി സർക്കാർ സ്ഥാപനങ്ങളെല്ലാം പാകിസ്ഥാന്റെ തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു സ്ഫോടനം നടന്നാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. അതായത് POK ലക്ഷ്യം വെക്കുന്നു എന്ന് പറയുമ്പോൾ അതിനർത്ഥം അവിടെയുള്ള ടെററുകളെ ഫിൽറ്റർ ചെയ്ത് മാറ്റാനുള്ള ഒരു നീക്കത്തിന് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു. POK മുഴുവൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ കുറച്ചധികം പേര് ഭീകരവാദികളുണ്ടാവും, അവരെ കൂടെ നമ്മൾ ഉൾക്കൊള്ളേണ്ടി വരുമല്ലോ എന്നുള്ളത്. പക്ഷെ ഇത്തരത്തിലാണ് മുൻപോട്ട് പോകുന്നതെങ്കിൽ അതിന് വലിയ താമസമൊന്നും ഉണ്ടാകില്ല. അവിടെ ഒരു ജനകീയ പ്രക്ഷോഭം രൂപം കൊള്ളുകയും ഒരു ഭാഗത്ത് ഭീകരരുമായിട്ടുള്ള ഏറ്റുമുട്ടൽ തുടങ്ങുകയും സർക്കാർ സ്ഥാപനങ്ങൾക്ക് നേരെ വലിയ സ്ഫോടനങ്ങൾ വരികയും ചെയ്യുമ്പോൾ ബലൂചിസ്ഥാന് പിന്നാലെ, ഖൈബർ പഖ്തൂണ് പിന്നാലെ POK സപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഒരു വാദം ഉയർന്നു വരിക തന്നെ ചെയ്യും. അതിനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നതെന്ന് പറയാൻ പറ്റും.